ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രം MSCയുടെ തന്നെ ഏറ്റവും വലിയ സർവീസിലൊന്നായ ജെയിൽ സർവീസിലെ ആദ്യ കപ്പലായ MSC മിയ രാത്രിയോടെ നമ്മുടെ പോർട്ടിൽ ബെർത്ത് ചെയ്തു. പകൽ വെളിച്ചത്തിൽ MSC മിയയെ നമുക്കൊന്ന് കണ്ടുവരാം. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന വലിയ കപ്പലാണ് MSC മിയ. MSCയുടെ അൾട്രാ ലാർജ് വെസലിൽപ്പെട്ട വെസലാണ് MSC മിയ. MSCയുടെ തന്നെ അൾട്രാ ലാർജ് വെസലുകളെ ലിങ്ക് ചെയ്തിട്ടുള്ള MSCയുടെ ജെയിൽ സർവീസിലെ ആദ്യ കപ്പലാണ് നമ്മുടെ പോർട്ടിൽ വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ MSCയുടെ ആദ്യ അൾട്രാ ലാർജ് വെസൽ നമ്മുടെ പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. MSC ക്ലൗഡ് ജെറാഡൻ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ആ കപ്പൽ ഏകദേശം 16.5 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് ആ കപ്പൽ അന്ന് വിഴിഞ്ഞം പോർട്ടിൽ ബെർത്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കപ്പലാവട്ടെ MSC മിയ 16 മീറ്റർ ഡ്രാഫ്റ്റോടെ നമ്മുടെ പോർട്ടിൽ നിൽക്കുന്ന മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കപ്പൽ രാത്രി 2:15 ബെർത്ത് നടത്തിയിട്ടുള്ളത്. ഞാൻ ആ ബെർത്തിങ് നടത്തുന്ന ആ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. അതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലല്ല, സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും ഈ കപ്പലുകൾ കയറിയിട്ടില്ല, ഇങ്ങനൊരു സർവീസും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ സർവീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് രേഖപ്പെടുത്തുക. അറിയില്ലാത്തവർക്ക് വലിയൊരു അറിവായി മാറും. അത് വലിയൊരു കപ്പൽ തന്നെയാണ് MSC മിയ. എടുത്തു പറയേണ്ട കാര്യം 399.9 മീറ്ററാണ് ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് എന്ന് പറയുന്നത്. 61.5 മീറ്ററാണ് ഷിപ്പിന്റെ ബീം. 33.2 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്. 17.74 മീറ്ററാണ് ഷിപ്പിന്റെ ഏറ്റവും വലിയ, അതായത് മാക്സിമം ഡ്രാഫ്റ്റ്. നിലവിലെ ഡ്രാഫ്റ്റ് 16 മീറ്ററും 22 നോട്ടിക്ക് മേൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 23,756 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതൊരു വലിയ കാര്യം തന്നെയാണ്. അൾട്രാ ലാർജ് വെസൽ ഷിപ്പുകൾക്ക് മാത്രം സാധ്യമാകുന്നത് തന്നെയാണ്. ആ കപ്പലാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ പോർട്ട് ഏകദേശം 4 ലക്ഷം TEU കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ആണ് ഈ അടുത്തിടെ കംപ്ലീറ്റ് ചെയ്ത്. വലിയ മാറ്റങ്ങളോടെ തന്നെയാണ് നമ്മുടെ പോർട്ട് മുന്നോട്ട് പോകുന്നത്. ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ മേഖലയിലെ 15 വലിയ തുറമുഖങ്ങളെക്കാട്ടിയും കൂടുതലായിട്ട് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത ഒരേ ഒരു പോർട്ട്, അതായത് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് കൂടിയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യാർഡ് പോർഷൻ ഫുള്ളായിട്ട് കണ്ടെയ്നർ റാക്ക് നിറഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 5 കണ്ടെയ്നർ, അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഇപ്പോൾ കണ്ടെയ്നർ എല്ലാ റാക്കും നിരന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഫീഡർ വെസലും വരുന്നുണ്ട്. നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഇനി ഈ പറയുന്ന MSC ജെയിൽ സർവീസിലെ ഓരോ കപ്പലും എല്ലാ ആഴ്ചയും നമ്മുടെ പോർട്ടിൽ വരുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് MSC മിയ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ജെയിൽ സർവീസ് ഈ പറയുന്ന സൗത്ത് കൊറിയയിലെ ബുസാൻ പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇറ്റലിയിൽ അവസാനിക്കുന്ന ഈസ്റ്റ് വെസ്റ്റ് കണക്ടിങ് അൾട്രാ ലാർജ് കപ്പൽ റൂട്ടാണ് MSC ജെയിൽ സർവീസ് നടത്തുന്നത്. അതിലൊരു കപ്പലാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. നമുക്ക് 2-3 വ്യൂ നിന്നും ഈ കപ്പലിന്റെ പൊസിഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വ്യൂ എല്ലാവർക്കും വളരെ പരിചിതമാണ്. നമ്മുടെ വിഴിഞ്ഞം ജുമാ മസ്ജിദ് സൈഡിൽ നിന്നുള്ള വിഷ്വലാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴായിട്ട് കപ്പൽ കാണാൻ വരുന്ന ധാരാളം ആൾക്കാർ ഈ ഭാഗത്തു നിന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ഫീഡർ വെസലും ഒരു മദർ വെസൽ എന്നല്ല പറയുന്നത്, അൾട്രാ ലാർജ് വെസലും നമുക്കിവിടെ കാണാൻ സാധിക്കും. MSC മിയ എന്ന് പറയുന്ന വളരെ വലിയ ബാൾജിയും ചെറിയ ബാൾജിയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. IMO നമ്പർ വരെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, കപ്പലിന്റെ ഒരു വലിപ്പം നമ്മളെപ്പോഴും പറയുന്നത് 399.9 മീറ്റർ മാത്രമല്ല, ഷിപ്പിന് 61.5 മീറ്ററാണ് ഷിപ്പിന്റെ ബീം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന STS ക്രെയിനിന്റെ ബൂം എന്ന് പറയുന്നത് ഏകദേശം 72-78, ചെറിയ ഡൗട്ട് ഉണ്ട്, 72 മീറ്റർ ബൂമിന്റെ നീളമെന്നാണ് തോന്നുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വന്നാലും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ശ്രേണിയിൽപ്പെട്ട കപ്പലാണ് MSC മിയ. ആ കപ്പലിൽ നിന്നും കണ്ടെയ്നർ വളരെ ഈസി ആയിട്ട് ലോഡിങ് ആൻഡ് അൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
ഒരു സെമി ഓട്ടോമാറ്റിക് ക്രെയിനാണ് നമ്മുടെ ESTS ക്രെയിൻ. അതുമാത്രമല്ല നമ്മളെ യാർഡ് ക്രെയിൻ ആവട്ടെ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 8 ക്രെയിനാണ് നമുക്ക് STS ക്രെയിൻ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഷിപ്പിൻ്റെ ഫണൽ നമുക്ക് കാണാൻ സാധിക്കും. ഇഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഫണൽ എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല മുന്നിലായിട്ട് നമുക്ക് ബ്രിഡ്ജ് പോർഷനൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഷിപ്പ് മൂവിങ്ങിലാണെങ്കിലാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഈ ഷിപ്പ് പകലാണ് വന്നിരുന്നെങ്കിൽ വളരെ വലിയ ഒരു മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഈ ഷിപ്പ് രാത്രിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഷിപ്പിൻ്റെ ബ്രിഡ്ജ് പോർഷനാണ് കാണുന്നത്. ഷിപ്പിൻ്റെ വിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഈ പറയുന്ന നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെയുള്ള കണക്ഷൻസ് എക്യുപ്മെൻറ്റ്സും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ ദൂരെ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ STS ക്രെയിനുകളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അൾട്രാ ലാർജ് വെസലിന് വേണ്ടി ഏകദേശം 5ഓളം STS ക്രെയിനുകളാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഈ കപ്പൽ ബെർത്ത് ചെയ്തത് രാത്രിയോടെയാണ്. ഏകദേശം 2:15ഓടെയാണ് ഈ കപ്പൽ അൾട്രാ ലാർജ് വെസലായ MSC മിയ ബെർത്ത് ചെയ്തിട്ടുള്ളത്. അതായത് ഏത് സമയത്തും ഏത് രീതിയിലും ബെർത്ത് ചെയ്യാൻ പറ്റുന്നൊരു പോർട്ട് തന്നെയാണ്. അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം നമുക്ക് ഈ വേലിയേറ്റവും വേലിയിറക്കത്തിൻ്റെ റേഷ്യോ വളരെ കുറവാണ്. അതിനാൽ ഏകദേശം 40-45 സെൻറ്റിമീറ്റർ മാത്രമേ വരുള്ളൂ. ആ സമയത്ത് പല പോർട്ടിലും മീറ്ററോളം വ്യത്യാസം വരുന്നതിനാൽ കപ്പൽ പുറത്ത് വെയിറ്റിങ്ങിൽ തന്നെയായിരിക്കും. ആ ഒരു വെയിറ്റിംഗ് നമ്മുടെ പോർട്ടിലില്ല. കപ്പൽ ധാരാളമായി വരുന്നത് കൊണ്ടാണ് നമ്മുടെ പോർട്ടിൽ എപ്പോഴും കപ്പൽ വെയിറ്റിംഗ് ആയിരുന്നുള്ളത്. ഈ വ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഇത് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വളരെ മനോഹരമായ വിഷ്വലാണ്. ഇത് 3ാമത്തെ വിഷ്വലാണ് നമ്മൾ എടുക്കുന്നത്. സെയിം കപ്പലും നമ്മുടെ പോർട്ടും തന്നെയാണ്. പല ആംഗിളിൽ നിന്നും MSCയുടെ മിയെ നമ്മൾ പല രീതിയിലും നോക്കി കാണുന്നു എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത നമ്മുടെ ഈ വിഴിഞ്ഞം ജുമാമസിൻ്റെ സൈഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് MSC മിയെ കുറച്ചുകൂടി വളരെ ഹൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിൽ വലിയൊരു കപ്പൽ ബെർത്ത് ചെയ്യുന്ന വളരെ മനോഹരമായ ദൃശ്യം, അതായത് ബെർത്ത് ചെയ്ത് കഴിഞ്ഞ ദൃശ്യം നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. MSC ക്ലൗഡ് ജെറാട്ട് വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു. എങ്കിലും ഈ പറയുന്ന ജേഡ് സർവീസിലെ ആദ്യ കപ്പൽ നമ്മുടെ പോർട്ടിൽ ബെർത്ത് ചെയ്യുന്ന കാഴ്ച എല്ലാ ആഴ്ചയിലും ഒരു അൾട്രാ ലാർജ് വെസൽ നമ്മുടെ പോർട്ടിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ പോർട്ടിൽ അൾട്രാ ലാർജ് വെസലിൽപ്പെട്ട ഒരു കപ്പൽ, അതായത് ഈസ്റ്റും വെസ്റ്റും കണക്ട് ചെയ്യുന്ന ഒരു കപ്പൽ എല്ലാ ആഴ്ചയിലും വന്നു പോകുന്നു. ഉടൻ തന്നെ ഗേറ്റ് വേയും ഓപ്പൺ ആകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നവരെ ബിസിനസ് സാധ്യതകൾ തുറന്നു കിടക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ ചെറിയ ഗ്രൂപ്പിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ ബിസിനസ്സാണ് നമുക്ക് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുക. ഓരോരുത്തർക്കും എങ്ങനെ വരുമാനം കൂട്ടാനായിട്ട്, അതായത് ലൈഫ് സ്റ്റൈൽ വരുമാനം എങ്ങനെ നമുക്ക് കൂട്ടാനായി സാധിക്കും എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കപ്പൽ തന്നെ സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു കപ്പൽ നമ്മുടെ പോർട്ടിൽ വന്ന് ബെർത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറാണ്. 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ നമ്മൾ പലപ്പോഴായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ക്രെയിൻ എല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുള്ളത്. എന്നാലും നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി നോക്കാം ഈ ഭാഗത്ത് എവിടെയെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ എന്ന്. തീർച്ചയായിട്ടും 2960 മീറ്റർ ബ്രേക്ക് വാട്ടറും 800 മീറ്റർ ബെർത്തും അതിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷനും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ട് കഴിഞ്ഞു. സൈഡിലുള്ള പ്രൊട്ടക്ഷൻ വാളും അത് കഴിഞ്ഞു. പ്രൊട്ടക്ഷൻ വാളിൻ്റെ പാരലായിട്ട് തന്നെ ആക്രോ ബോർഡും ഫില്ല് ചെയ്ത് നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. 2028 കൂടി ക്രൂയിസ് ടെർമിനലും ഓയിൽ ടാങ്കറും, അതായത് ഓയിൽ ടാങ്കറിന് വേണ്ടിയുള്ള ബെർത്തും ക്രൂയിസ് ടെർമിനലിന് വേണ്ടിയുള്ള ബെർത്തും പൂർണ്ണമായിട്ടും സ്റ്റാർട്ടാകും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ക്രൂയിസ് ടെർമിനൽ 2028 കൂടി എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. നിലവിലെ ബെർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടെയ്നർ ബെർത്ത് ഏകദേശം 800 മീറ്റർ, അത് 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തത് 2000 മീറ്ററിലൂടെ മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും
ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. Thank you.